ഇനി നമുക്ക് കൊച്ചിയിലേക്ക് പോകാം ജിൽസി. യെസ്, അപ്പോൾ ആര്യ കൂടെയുണ്ട് കൊച്ചിയിൽ നിന്ന്. ആര്യ നേരത്തെ വെള്ളക്കെട്ടിലൊക്കെ ഇറങ്ങാൻ മടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രതികരണം ചോദിച്ചപ്പോൾ പ്രതികരണം വേണോ, വെള്ളക്കെട്ടിൽ ഇറങ്ങണമല്ലോ എന്ന് കരുതി. ശരി ആര്യ, അപ്പോൾ എങ്ങനെയാണ് വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്, കൊച്ചി മാറ്റമൊന്നും ഇല്ലാതെ തന്നെ തുടരുന്നു. മുൻ വർഷങ്ങളിൽ എങ്ങനെയാണോ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുണ്ടായത് അതുപോലെ തന്നെ വെള്ളക്കെട്ടുണ്ട്. അപ്പോൾ ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് എറണാകുളം ജില്ലയിലുള്ളത്. അപ്പോൾ ഈ വെള്ളം ഒഴുകി പോകാൻ തുടങ്ങിയിട്ടില്ല, ഗതാഗതത്തെ അടക്കം ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടോ ആര്യ? തീർച്ചയായിട്ടും ജിൽസി, ഇപ്പോൾ ഗതാഗതത്തെ അത് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഗതാഗത തടസ്സം എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എങ്ങനെ വാഹനം മുന്നോട്ട് എടുക്കണമെന്നും അതുപോലെ തന്നെ ഇവിടെ ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവായിട്ടില്ല, ചെറിയ തോതിൽ മാത്രമാണ് വെള്ളക്കെട്ട് നീങ്ങിയിട്ടുള്ളത്. നമുക്ക് ഇപ്പോൾ എങ്ങനെ വെള്ളം ചൊട്ടാതെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് ആളുകൾ ആ ഒരു പില്ലറിന് മുകളിലൊക്കെ കയറി ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതും അപകടം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അവിടെയും പ്രായമാർക്കും കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ട് കയറാനോ ഇറങ്ങാനോ ഒന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും വെള്ളം ചവിട്ടാൻ, നമുക്കറിയാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു ചെളിവെള്ളം ചവിട്ടാതെ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. എന്നിരുന്നാലും അതിനൊന്നും സാധ്യമല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തുന്ന ആ ഒരു സാഹചര്യം, വാഹനങ്ങൾ പലതും മുന്നോട്ട് നിർത്തി അവിടെ ആളുകളെ ഇറക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മൾ രാവിലെ തൊട്ട് കണ്ടത്. ആ ഒരു സാഹചര്യത്തിന് മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇവിടെ പൂർണ്ണമായിട്ടുള്ളൊരു വെള്ളക്കെട്ട് മാറുന്നില്ല. ഇവിടെ നമ്മൾ ഓട്ടോക്കാരോടത്തും അതുപോലെ തന്നെ ഒക്കെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഈ ഒരു ഓടയുടെ നിർമ്മാണം അതുപോലെ തന്നെ ആ ഒരു ക്ലീനിങ് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഈ ഒരു വെള്ളക്കെട്ട് ഒഴിവാക്കാം, അതിലധികം ശ്രദ്ധിക്കുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മൾ രാവിലെ മുതൽ കേട്ടത്. ശരി. യെസ്.